ഇന്ന് നമ്മൾ വരച്ചു പഠിക്കുന്നത് കണ്ണുകളാണ്. ഇതിനായി ഉപയോഗിച്ചത് ഒരു 2B പെൻസിലും റിമൂവറും ഡ്രോയിങ് പേപ്പറും മാത്രമാണ്. കണ്ണുകളുടെ സ്കെച്ച് തയ്യാറാക്കുന്നു. കണ്ണുകളുടെ ആകൃതിയെക്കുറിച്ച് നല്ല രീതിയിൽ അവബോധമുണ്ടായിരിക്കണം. കണ്ണ് മാത്രമല്ല, എന്തു വരച്ചാലും അതിനെക്കുറിച്ച് നല്ല നിരീക്ഷണം ചെയ്ത് അതിൻ്റെ ആകൃതിയും നിറവും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ചിത്രകാരന്മാർ ചിത്രം എഴുതുവാൻ തുടങ്ങുക. കണ്ണുകൾ വരയ്ക്കുമ്പോൾ ഭാവഭേദങ്ങൾ അനുസരിച്ച് കണ്ണിൻ്റെ ആകൃതി തയ്യാറാക്കുന്നു. കണ്ണിൻ്റെ ആകൃതി ഗോളാകൃതിയാണെങ്കിലും നിരീക്ഷണം ചെയ്യുന്ന കാഴ്ചക്കാരൻ്റെ കാഴ്ചയിൽപ്പെടുന്ന ഭാഗങ്ങൾ മാത്രം വരച്ചാൽ മതിയാകും. കണ്ണു മാത്രം ഒരു സബ്ജക്റ്റായി എടുത്തിരിക്കുന്നതുകൊണ്ട് തൊട്ട് അടുത്ത് കാണാവുന്നതൊക്കെയും വളരെ ഡീറ്റെയിലായി വ്യക്തമായി എന്നാൽ കടുപ്പം കുറഞ്ഞ രേഖകൾ ഉപയോഗിച്ച് വരച്ചു ചേർക്കുന്നു. ഷെയ്ഡ് ചെയ്യുമ്പോൾ കൃഷ്ണമണിയുടെ ആകൃതിയും അതിൻ്റെ ഉള്ളിൽ കാണുന്ന അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന പ്രകാശവും നിഴലുകളും ഏതു രീതിയിൽ വിന്യസിച്ചിരിക്കുന്നുവോ അതേപടി ഇവിടെ പകർത്തുകയാണ് ചെയ്യുന്നത്. ആദ്യമായി വരച്ചു തുടങ്ങുന്നവർ ചിത്രങ്ങൾ നോക്കി വരയ്ക്കുന്നു. കാലക്രമേണ മെമ്മറിയായി ഇത് വരയ്ക്കാവുന്നതേയുള്ളൂ. മറ്റ് ചിത്രങ്ങൾ നോക്കി പകർത്തുന്നതിനോടൊപ്പം തന്നെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഭാവനാനുസരണമായി സ്വന്തമായി വരച്ചു പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് മെമ്മറിയിൽ റിയലിസ്റ്റിക് പെൻസിൽ ഡ്രോയിങ് ആണ്. ചിത്രകല കണ്ടും ചെയ്തും പഠിച്ച് വളരെ നാളുകളുടെ ശ്രമഫലമായാണ് ഓരോ ചിത്രകാരന്മാരും എന്തെങ്കിലുമൊക്കെ ആവുകയുള്ളൂ. എന്നിട്ടും പൂർണ്ണമാകുന്നില്ല. ഇതൊരു അത്ഭുത കലയാണ്. പുതുതലമുറ പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നു. പുതിയ സൃഷ്ടിയുമായി അവർ എത്തുന്നു. ഇങ്ങനെ നീളുകയാണ് അന്തമില്ലാതെ ചിത്രകല. ഇപ്പോൾ നമ്മൾ ഏകദേശം കണ്ണും പുരികവും ലൈറ്റായി വരച്ച് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും പടിപടിയായി ഷെയ്ഡുകൾ ശക്തിപ്പെടുത്തണം. കൺപോളകളുടെ ഷെയ്ഡ് ഭാഗങ്ങൾ ഇവിടെ ചർമ്മത്തിൽ ചെറു ചുളിവുകൾ ഉണ്ടാവും. അത് ഷെയ്ഡിൽ വരച്ച് ലയിപ്പിക്കുന്നു. ലൈറ്റും ഷെയ്ഡും അനുസരിച്ച് കൺപീലികൾ വരയ്ക്കുന്നു. വാനീഷിങ് അടിസ്ഥാനമാക്കി ഇവിടെ വരയ്ക്കുമ്പോൾ അടുത്തുള്ളവയ്ക്ക് നീളവും വ്യക്തതയും നൽകുന്നു. അകന്നു പോകുന്തോറും വലിപ്പവും ടോണും കുറച്ച് വരച്ച് ലയിപ്പിക്കുന്നു. കൃഷ്ണമണിയുടെ ഉൾഭാഗം വരയ്ക്കുമ്പോൾ ഹൈലൈറ്റ്, ലൈറ്റ്, ഹാഫ് ടോൺ, ഷെയ്ഡ്, ഹൈ ഷെയ്ഡ്, ഷാഡോ, ഹൈ ഷാഡോ, റിഫ്ലക്ഷൻ ഇതെല്ലാം ഷെയ്ഡിങ്ങിലൂടെ വരച്ച് ശക്തിപ്പെടുത്തുന്നു. ഹൈ ഷെയ്ഡുകൾ, ഹൈലൈറ്റുകൾ, റിഫ്ലക്ഷൻ, ഷാഡോ കൂടുതൽ വ്യക്തമാക്കുന്നത് അനുസരിച്ച് കണ്ണുകൾക്ക് ജീവൻ പകരുന്നതായി ഇപ്പോൾ നമ്മൾ കാണുകയാണ്. ഇനിയും കൂടുതൽ ഡീറ്റെയിലുകൾ ചെയ്ത് തുടരുകയാണ്. അതിനൊപ്പം ഓർമ്മിപ്പിക്കുന്നു, അടുത്ത പുതിയ വീഡിയോ സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം എന്താണ്? കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്ത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.